ഇസ്ലാം സഭയിലായിരുന്നുകൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തുവാനും ഇപ്പോൾ ശുശ്രൂഷിക്കുവാനും എനിക്ക് അവസരം നൽകുന്ന ഈ ഇസ്ലാം സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. As we know from the book of Jonah that Jonah against the Lord and he flee from the presence of the God. യോന പ്രവചനം നമുക്കെല്ലാവർക്കും, പ്രവാചകന്റെ പുസ്തകം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. യോന പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു എങ്കിലും ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയുണ്ടായി. As we read that Jonah chapter 1 verse 7, we can see here, and they said to one another, whose cause this trouble has come upon us. യോനായുടെ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ യോനായുടെ പ്രവചനം 1-ാം അധ്യായം, the people is asking whose cause this trouble has come upon us, and they are discussing each other's. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ യോനയോട് ചോദിക്കുകയാണ്, അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടെടുക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. And we can verse 10 we see that they ask the question, why have you done this? 10-ാമത്തെ വാക്യത്തിൽ പുരുഷാരം യോനയോട് ചോദിക്കുകയാണ്, നീ എന്തിന് അങ്ങനെ ചെയ്തു? The people understood that Jonah had did anything against the Lord. അവിടെ ആ കപ്പലിലുണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായി യോന എന്തോ ഒരു കാര്യം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തിട്ടുണ്ട്. So short meditation I would like to take your attention from the to the book of Joshua chapter 7. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് ചുരുങ്ങിയ സമയത്തെ ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. This is a wonderful chapter. We can see there are so many lessons mentioned and teaches a spiritual and a moral lesson in our life. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്ന് വളരെയധികം ആത്മീക സത്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. As we see here, when we see the Joshua chapter 6 verse 18 and 19, here God's commands to don't take any accursed thing from the parts of the accursed things. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം പ്രത്യേകം പറയുന്നുണ്ട്, എരിഹോ പട്ടണം പിടിച്ചടക്കി കഴിയുമ്പോൾ അവിടെയുള്ളതൊക്കെയും സപദാർത്ഥിത വസ്തുക്കളാണ്, ദൈവത്തിനുള്ളതാണ്, അതിലൊന്നും നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുവാൻ പാടില്ല. But when we see the Joshua chapter 7 verse 1, we see the Achan had taken something from the accursed things. എന്നാൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആഖാൻ എന്ന വ്യക്തി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ആ സപദാർത്ഥിത വസ്തുക്കളിൽ ചിലതെടുത്തു. Here we see the Israelites acted unfaithfully in regard to the devoted things. അവിടെ ദൈവത്തിലുള്ള ആ കാര്യങ്ങളോട് ചില ആളുകൾ ആഖാൻ അവിശ്വസ്തത കാണിച്ചു. We see the Achan took from the accursed things, so the anger of the Lord burned against the children of Israel. അങ്ങനെ ആഖാൻ സപദാർത്ഥിത വസ്തുക്കളിൽ ചിലത് എടുത്തതുകൊണ്ട് ദൈവത്തിന്റെ കോപം ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട് വന്നു. We can see that from this verse or this chapter that private sin has public consequences. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, പാപത്തിന് ശിക്ഷയുണ്ട്. One person's hidden sin can bring suffering for many. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ പാപം അത് അനേകർക്ക് പ്രയാസകരമായി ദുഃഖകരമായി മാറാം. അതിന്റെ ശിക്ഷ, അതിന്റെ ആ അനന്തരഫലം അനേകർ അനുഭവിക്കേണ്ടതായിട്ട് വരാം. As Achan did in his life. ആഖാൻ ആ ഒരു വ്യക്തിയാണ് പാപം ചെയ്തത്. Maybe in our life we see that it can be our group, our friends group, it can be our family, or it is the assembly, or that our group we are fellowshipping, we are gathering. എന്നാൽ അതിന്റെ അനന്തരഫലം അനേകർക്കായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിനായിരിക്കാം, നമ്മുടെ കൂട്ടുകാർക്കായിരിക്കാം, നമ്മുടെ സ്ഥലം സഭയിലുള്ളവർക്കായിരിക്കാം. God gives commands are to be followed completely in our life. ദൈവം ഒരു കൽപ്പന തരുമ്പോൾ അത് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. As we read the verse 6 verse 18, keep away from the devoted things so that you will be not bring about your own distractions by taking any of them. 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ സപദാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് സപദാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും. In our life we are not taking any devoted things from the Lord, but it will maybe the cause we are doing against the Lord so many times through our behavior, through our nature, through our actions in our life. ഒരുപക്ഷെ നമ്മളിതുപോലെ സപദാർപ്പിത വസ്തുക്കളൊന്നും അങ്ങനെ എടുക്കുന്നുണ്ടാവില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ
ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. That lesson, this chapter teaches that when we are doing against the God, that we are doing the sin against the God. നാം ദൈവത്തിനെതിരായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പാപമാണ്. And this teaches that private sin has public consequences. മാത്രമല്ല ഇവിടെ കാണാൻ കഴിയുന്നു രഹസ്യ പാപത്തിന് ഒരുപക്ഷെ പരസ്യമായ ശിക്ഷ ലഭിക്കാം. Although when we see the result of this sin, we see the verse. When we see the verse 7 verse 5. 7-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആകാൻ ചെയ്ത ഈ പാപത്തിന്റെ ശിക്ഷ എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The heart of the people melted and become like water. അവിടെ ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെയായി എന്ന് നാം കാണുന്നു. People went to fight with the nations and they fought, but they defeated by Ai. അവിടെ ഇസ്രായേൽ മക്കൾ ഹായി എന്ന പട്ടണത്തോട് യുദ്ധം ചെയ്യുവാനായിട്ട് ചെന്നു. എന്നാൽ ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. But what was the reason there? എന്താ ആ പരാജയത്തിന്റെ കാരണം? We see that chapter 7 verse 1, because they did against the Lord. 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആഖാൻ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് അകൃത്യം ചെയ്തതുകൊണ്ടാണ്. The sin affected the whole community. ആഖാന്റെ പാപം ഇസ്രായേൽ മക്കളെ മുഴുവൻ ബാധിച്ചു. Israel peoples and army suffered because of one man's actions. ഇസ്രായേൽ എന്ന ആ വലിയ കൂട്ടം ആളുകൾ ആഖാൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ വ്യക്തിയുടെ പാപത്തിന്റെ ഫലം അനുഭവിച്ചു. That's why we should remember in our life that our own life can be affect others also. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കണം ആ മേഖലയിൽ. നമ്മുടെ ഒരാളുടെ ജീവിതത്തിൽ വരുന്ന കുറവ് ഒരുപക്ഷെ അതിന്റെ അനന്തരഫലം മറ്റ് അനേകർ അനുഭവിക്കേണ്ടതായിട്ട് വരും. We have to think that we should be a blessed channel of blessings for others, not curse. ഒരിക്കലും നാം മറ്റുള്ളവർക്ക് ഒരു ദുഃഖത്തിനോ ശാപത്തിനോ കാരണമായി തീരാതെ നാം മറ്റുള്ള എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ കാരണങ്ങളായി മാറണം. We are the children of God, so think positive for God. നാം ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. Not against the God. ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്നവരാകരുത്. It is a wonderful lesson from this chapter. എത്രയോ നല്ല ഒരു പാഠമാണ് ഈ അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. The sin affect the whole community because of one person. ഒരു വ്യക്തിയുടെ പാപം അതിന്റെ അനന്തരഫലം അനേകർ അനുഭവിക്കുന്ന ദുഃഖകരമായ അവസ്ഥ. And see the continue the verse when we come the verse 13. താഴേക്ക് നാം വായിച്ച 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം Verse 7 verse 30. 7-ാം അധ്യായം 13-ാം വാക്യം. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ഇസ്രായേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുൻപിൽ നിൽക്കുവാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. God sees what is hidden in our life. നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ദൈവത്തിന് അറിയാം. God knows what happened in life, what hide from the God. That's why God said, get up, sanctify the people and say, sanctify yourself for tomorrow. ഇവിടെ ഇസ്രായേൽ മക്കളുടെ കാര്യത്തിലും അവരിൽ ഒരാൾ എങ്കിലും മറച്ചു വെച്ച ആ കാര്യം എന്താണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് അവിടെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും എന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. Also you cannot stand against your enemies until you remove the devoted things from among you. എന്നിട്ട് പറയുകയാണ്, ആ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാതെ ഒരിക്കലും നിങ്ങൾക്ക് ശത്രുക്കളുടെ മുൻപാകെ നിൽക്കുവാൻ കഴിയുകയില്ല. Same, we cannot hide anything from our life for God. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒന്നും നമുക്ക് ദൈവത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. God knows everything in our life, what's happening in our life. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം. Nothing is truly secret before God. ദൈവത്തിന് മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, രഹസ്യമായിട്ടിരിക്കുന്നില്ല. So many times we can hide from the people, but from God we cannot hide anything. ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറച്ചു വെക്കാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ ദൈവത്തിൽ നിന്ന് ഒരു കാര്യവും നമുക്ക് ഒരിക്കലും മറച്ചു വെക്കുവാൻ കഴിയുകയില്ല. God said, you cannot stand against your enemies. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപാകെ നിൽക്കാൻ കഴിയില്ല until you remove the devoted things from the among you. നിങ്ങളുടെ ശാപം നീക്കിക്കളയാതെ നിങ്ങൾക്ക് അതിന് സാധിക്കില്ല. Same things God said, you can stand against your enemies, mean spiritual enemies, until you remove your sin from your life. നമ്മുടെ ജീവിതത്തോടും ദൈവം ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ ആത്മീക പോരാട്ടത്തിൽ നമ്മുടെ ആത്മീക ശത്രുവിനെതിരായി നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ല നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ നീക്കിക്കളയാതെ. Does not matter that sin is small or big. അത് ചെറിയ പാപമോ വലിയ പാപമോ ആയിക്കൊള്ളട്ടെ, Sin is always sin. പാപം എപ്പോഴും പാപം തന്നെയാണ്. As we are the children of God, ദൈവമക്കൾ എന്നുള്ള നിലയിൽ we should know that sin is sin for us. നാം എപ്പോഴും ഓർക്കേണ്ടത് പാപം അത് പാപം തന്നെയാണ്. God
God judges His people. ദൈവം തന്റെ ജനത്തെ ന്യായം വിധിച്ചു. It's not that sin we are doing the big, but it's, we have to think that what we are doing against the Lord or against the people where we are living and we are doing. നാം എത്ര വലിയ പാപം ചെയ്തു എന്നുള്ളതല്ല, നാം ദൈവത്തിനെതിരായിട്ടാണ് ആ പാപം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം. God said, "You remove the devoted things from among you." നിങ്ങളുടെ ഇടയിലെ ശാപം നിങ്ങൾ നീക്കിക്കളയണം. ദൈവം This maybe in our life, these devoted things is maybe as I said, the natures and behavior and our walking, how we should walk in our Christian life. നമ്മുടെ ജീവിതത്തിലും നാം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ നീക്കിക്കളയണം. നമ്മുടെ സ്വഭാവത്തിലുള്ളത്, നമ്മുടെ മനോഭാവത്തിലുള്ളത്, നമ്മുടെ പെരുമാറ്റത്തിലുള്ളത്, അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന എല്ലാ കുറവുകളും. As we are walking according to God's will in our life, അങ്ങനെ നാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. or doing in our life like the Achan. ആഖാനെ പോലെ നാം ജീവിക്കുന്നുവെങ്കിൽ, If we are doing like Achan, we cannot grow, but we can curse from others. ആഖാനെ പോലെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ കഴിയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ശാപത്തിന് കാരണമായി മാറും. God expects us to lead completely with our God expects us to lead completely with our lust for the Lord. ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതം പൂർണ്ണമായി മുന്നോട്ട് പോകണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. He expects us to obey with completely. പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കണം. He wants those people who submitted himself to the God. പൂർണ്ണമായിട്ട് നാം ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളവരായിരിക്കണം. He wants his people to obey. ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. He wants his people to walk according to his will in their life. ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരുമായിരിക്കണം. That the lesson teaches that we should obey the God and we should serve the integrity. അതാണ് ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. അനുസരണത്തോടെ നാം ദൈവത്തെ സേവിക്കുന്നവരുമായിരിക്കണം. Let's remember that private sin has public consequence. വീണ്ടും ഓർപ്പിക്കട്ടെ, രഹസ്യ പാപങ്ങൾക്ക് ഒരുപക്ഷെ പരസ്യമായ ശിക്ഷ ലഭിക്കാം. Sin affected the whole community. ഒരു വ്യക്തിയുടെ പാപം ഒരുപക്ഷെ അനേകർക്ക് ദുഃഖത്തിന് കാരണമാകാം. The one person's sins can affect the whole group, all the community. ഒരു വ്യക്തിയുടെ പാപം ഒരുപക്ഷെ അതിന്റെ അനന്തരഫലം അനേകർ അനുഭവിക്കേണ്ടതായിട്ട് വരും. And remember the same time that God sees what is hidden in our life. ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. God's name be ദൈവം നമ്മെ സഹായിക്കും.